പ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ആത്മബന്ധത്തെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചില് ഒരു 24-കാരൻ പാകിസ്ഥാനി ജിഹാദിയുടെ നേതൃത്വത്തില് വലിയൊരു ഭീകരാക്രമണം നടത്തി. ജൂതർക്ക് നേരെ 15 പേര് കൊല്ലപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്ക്. ഇതിന് തൊട്ടു പിന്നാലെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ജെറൂസലേമിലേക്ക് പറന്നെത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടുകൊണ്ട് സിഡ്നിയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തെ ശക്തമായിട്ട് അപലപിക്കുകയും ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്ന ജിഹാദിസത്തിനെതിരെയുള്ള, ഭീകരവാദത്തിനെതിരെയുള്ള, സുഡാപ്പിസത്തിനെതിരെയുള്ള ആ ഒരു വ്യക്തമായ നിലപാടിനെ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് ഇസ്രായേലി മണ്ണിൽ നിന്ന് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ വിദേശകാര്യമന്ത്രി എത്തിയതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് വൈകുന്നേരം ഞാൻ ജെറുസലേമിലെ എന്റെ ഓഫീസിൽ വെച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്ന് ഒരു പ്രധാനമന്ത്രി, നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടേക്ക് എത്തുമ്പോഴേക്ക് വലിയ പരിഗണന കൊടുത്ത് വലിയ സ്വീകാര്യതയാണ് ഇസ്രായേൽ നമ്മുടെ രാജ്യത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് വൈകുന്നേരം ജെറുസലേമിൽ ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയ ആഹ്വാനത്തിന് ആഴമായ നന്ദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊഷ്മളമായ ആശംസകൾ. സാങ്കേതിക വിദ്യ, സമ്പദ് വ്യവസ്ഥ, കഴിവുകൾ, കണക്ടിവിറ്റി, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. പ്രാദേശിക ആഗോള വികസനങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ വിലമതിച്ചു. നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് വളരുമെന്ന് ആത്മവിശ്വാസമുണ്ട്. നിരവധി മേഖലകളില് നമ്മുടെ രാജ്യവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ജെറുസലേമിൽ വെച്ച് ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടും നമ്മുടെ വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ മണ്ണിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാടും പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യം തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ജിഹാദിസത്തെയും സുഡാപ്പിസത്തെയും ശക്തമായിട്ട് എതിർക്കുന്നു. ആ നിലപാടെടുക്കുന്ന ഇസ്രായേലിന് ഒപ്പം തന്നെയാണ് നമ്മുടെ രാജ്യവും എന്ന് വ്യക്തമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ഇസ്രായേലി മണ്ണിൽ നിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പഹൽഗാമിലാണെങ്കിലും ബോണ്ടി ബീച്ചിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും ഒരേ രീതിയിലുള്ള ജിഹാദി ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ലോകം ഒരുമിച്ച് നിൽക്കണം. ആ സന്ദേശമാണ് നമ്മുടെ ഭാരതം ലോകത്തിന് മുന്നിൽ എടുത്തുയർത്തി മുന്നോട്ട് വെക്കുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ. നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാട് എന്ന് പറയുന്നത് ഇസ്രായേലിനൊപ്പം. എന്നാൽ കേരളത്തില് ഒരുപാട് പലസ്തീൻ ഹമാസ് അനുകൂലികളുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? അവര് നിരന്തരം ഹമാസിന് വേണ്ടിയാണ് ഇവിടെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹമാസ് എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പോലും ഉണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളാ. പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുന്നേ ആയിട്ട് പാക് അധിനിവേശ കശ്മീരില് ഈ ഹമാസ് ഭീകരര് പോയിട്ട് ലഷ്കർ-ഇ തൊയ്ബയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഖത്തറിൽ വെച്ച് ലഷ്കർ-ഇ തൊയ്ബയായിട്ട് ഹമാസ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യം വലിയ രീതിയിൽ പോരാട്ടം നടത്തുമ്പോൾ, ആക്രമണം നടത്തുമ്പോൾ, നമ്മുടെ 26 പേർക്ക് വേണ്ടി നമ്മൾ ആക്രമണം നടത്തുമ്പോൾ അന്നും ഹമാസ് എന്ന് പറയുന്നവർ പാകിസ്ഥാനൊപ്പമായിരുന്നു. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ രാജ്യത്തിനൊപ്പം. നമ്മുടെ രാജ്യത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നമുക്കൊപ്പമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകള് മതം നോക്കിയിട്ട് ഒരു ഉറപ്പുമില്ലാതെ ഹമാസിനെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും മുസ്ലിം ലീഗ് മുതൽ കോൺഗ്രസ് മുതൽ ഇടതുപക്ഷം വരെ അതേ ശൈലിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഹമാസിനെയാണ് ഇവർ ഇവിടെ കിടന്ന് പിന്തുണക്കുന്നത്. മതം നോക്കി മാത്രമല്ലേ അവർ ഈ ഹമാസിനെ, പലസ്തീനിനെ പിന്തുണക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ണിനോട് സ്നേഹമുള്ള, നമ്മുടെ മണ്ണിനെ ജീവന തുല്യം കാണുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് ഹമാസിനെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ? പലസ്തീനെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ നമ്മൾ ആക്രമണം നടത്തുമ്പോഴോ നമുക്കൊപ്പം നിൽക്കെ ഇസ്രായേൽ മാത്ര, ഒരിക്കലും ഹമാസ് വരില്ല. അല്ല, ഇനി വിദേശകാര്യമന്ത്രി ഹമാസിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചർച്ച ചെയ്യാനാ? ഈ പെരിച്ചായികളെ പോലെ മാളം തുറക്കുന്നതിനെ കുറിച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? അപ്പോ ലോകത്തിന് മുന്നിൽ അന്തസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഇസ്രായേലുമായിട്ട് തന്നെയാണ് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവേണ്ടത്. സാങ്കേതിക വിദ്യയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും, ജിഹാദിസത്തിനെതിരെ പടമൊരുങ്ങുന്നതാണെങ്കിലും ഏതാണെങ്കിലും നമ്മുടെ രാജ്യം ഒരുമിച്ച് മുന്നോട്ട് പോവേണ്ടത് ഇസ്രായേലിന് ഒപ്പം തന്നെയാണ്. എന്റെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം, ഈ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ ഒരു പാകിസ്ഥാൻ ഭീകരന്, ഒരു ജിഹാദി 15 പേരെ കൊലപ്പെടുത്തിയില്ലേ? പലസ്തീൻ അനുകൂലികള് രംഗത്തെത്തിയിട്ട് 15 പേരെ കൊലപ്പെടുത്തി, നിരവധി ആളുകൾക്ക് പരിക്ക്. ഈ കൊല്ലപ്പെട്ടതിൽ കുട്ടികളുണ്ട്. ഈ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് എന്തേ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ ജിഹാദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്തത്? നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്തത്? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് എന്തുകൊണ്ട് ഈ ജിഹാദിസത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്തത്? എന്നാൽ പ്രതികരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിലുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രൂക്ഷമായ ഭാഷയിലാണ് രംഗത്തെത്തിയിട്ട് സിഡ്നി ഭീകരാക്രമണത്തിന് എതിരെ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മതഭ്രാന്തിന്റെ പേരിൽ നിരപരാധികളെ കൊല്ലുന്നവർക്ക് ചേരുന്ന കൃത്യമായ വാക്ക്. സിഡ്നി മുതൽ പഹൽഗാം വരെ കാഴ്ചകൾ ഒന്നു തന്നെ. ഈ നരപിശാചുക്കളെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും വരുന്നവർക്ക് ഇതേ പേര് തന്നെ ബാധകം. എന്നിട്ട് കൃത്യമായിട്ടൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ യു ബാസ്റ്റേഴ്സ് എന്നാണ് ഈ പറയുന്ന പാകിസ്ഥാനിയെ, ആ ജിഹാദിയെ, 15 പേരെ കൊലപ്പെടുത്തിയ പലസ്തീൻ അനുകൂലിയായിട്ടുള്ള ആ ജിഹാദിയുടെ ഫോട്ടോ വെച്ചിട്ട് തന്തയില്ലാത്തവനെന്ന മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് കേരളത്തിലെ മാധ്യമങ്ങളല്ല. അത് അവർ കൊടുക്കില്ലല്ലോ, അവർക്ക് പണി വേറെയാണല്ലോ. അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായിട്ട് പറയുന്നു, ഇതിനെയൊക്കെ ന്യായീകരിച്ച് ആര് രംഗത്തെത്തിയാലും അവർക്കും ഇതേ പേര് തന്നെയാണ് ചേരുക എന്ന്. ജിഹാദിസത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ഇതുപോലെ ശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ബോധമുള്ള, വിവരമുള്ള, വിവേകമുള്ള, ജിഹാദിസത്തിനെതിരെ നിലപാടെടുക്കുന്ന ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കോ. ഇവിടെ UDF-ഉം LDF-ഉമാണ് പലസ്തീൻ അനുകൂലികളെയൊക്കെ വെള്ളവും വളവും ഒഴിച്ച് നിരന്തരം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീൻ അനുകൂലികളാണ് ബോണ്ടി ബീച്ചില് ഭീകരാക്രമണം നടത്തിയത്. ഇന്നല്ലെങ്കിൽ നാളെ നരേന്ദ്രമോദി സർക്കാർ അഥവാ മാറി കോൺഗ്രസ് സർക്കാർ എങ്ങാനും അധികാരത്തിൽ വന്നാൽ സിഡ്നി ബോണ്ടി ബീച്ചില് നമ്മൾ കണ്ട അതേ പലസ്തീൻ അനുകൂലികളുടെ അതേ ശൈലിയില് ഇവിടെയുള്ള പലസ്തീൻ അനുകൂലികളും തല ഉയർത്തി രംഗത്ത് വരുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. നരേന്ദ്രമോദി സർക്കാർ ഉള്ളത് കൊണ്ടാ കേരളത്തിലെ പലസ്തീൻ അനുകൂലികളൊക്കെ അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയാ. നമ്മുടെ രാജ്യം അങ്ങ് ഇസ്രായേലിൽ പോയിട്ട് അവരുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഭാരതത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് ഭീകരവാദത്തിനെതിരെയാണ്, തീവ്രവാദത്തിനെതിരെയാണ്, ജിഹാദിസത്തിന് എതിരെയാണ് എന്ന്. ഇതൊക്കെ കാണുമ്പോ ബോധമുള്ള ഓരോ ഭാരതീയനും അഭിമാനിക്കാം.